മകൾ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ വിങ്ങിപ്പൊട്ടി നടൻ മനോജ് കെ ജയൻ. സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജാലക്ഷ്മിയുടെ അരങ്ങേറ്റം. വേർപിരിഞ്ഞെങ്കിലും പരസ്പരമുള്ള ബഹുമാനം കൈവിടാതെയാണ് മനോജ് കെ ജയനും ഉർവശിയും മുന്നോട്ടു പോകുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തെറ്റുകളായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഇരുവരും ഇപ്പോൾ മകളുടെ കാര്യത്തിൽ ഒന്നിച്ചാണ് എപ്പോഴും നിൽക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വേർപിരിയൽ കുഞ്ഞാറ്റയുടെ കുഞ്ഞു മനസ്സിലേൽപ്പിച്ച മുറിവുകൾ ഒരുപാടാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞ ശേഷം ഒരിക്കൽ പോലും പിന്നീട് മകളെ വേദനിപ്പിക്കുന്ന യാതൊന്നും ഇരുവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വേർപിരിയലിന് ശേഷം മകൾക്ക് വേണ്ടിയായിരുന്നു മനോജ് കെ ജയൻ ജീവിച്ചത്. അവളെ സ്കൂളിലാക്കിയപ്പോൾ അവളുടെ സൗകര്യത്തിന് വേണ്ടി സ്കൂളിനടുത്തു തന്നെ വീട് വാങ്ങി അവിടേക്ക് താമസം മാറ്റിയ മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ മകളുടെ ആഗ്രഹപ്രകാരം തന്നെ അവൾ സിനിമാ പ്രവേശനത്തിന് ഒരുങ്ങവേ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ മനോജ് കെ ജയൻ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം മകൾ പറഞ്ഞപ്പോൾ ആദ്യം ഇക്കാര്യം അമ്മയെ അറിയിക്കണം എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതും ഒരു വേള വാക്കുകൾ ഇടറിയതും. മകളുടെ ഒരിഷ്ടത്തിനും എതിരു നിൽക്കാത്ത അച്ഛനാണ് അദ്ദേഹം. അവളെ പഠിപ്പിച്ച് വിവാഹപ്രായം എത്തുമ്പോൾ നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കണം എന്നതായിരുന്നു തൻ്റെ ആഗ്രഹം. എന്നാൽ +2 കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണമെന്ന ആഗ്രഹമാണ് കുഞ്ഞാറ്റ അച്ഛനെ അറിയിച്ചത്. ബാംഗ്ലൂരൊക്കെ വേണോ എന്ന അച്ഛൻ്റെ ചോദ്യത്തിന് അതാണിഷ്ടം എന്ന് കുഞ്ഞാറ്റ പറഞ്ഞപ്പോൾ സമ്മതം മൂളുകയായിരുന്നു മനോജ് കെ ജയനും. പഠനം കഴിഞ്ഞ് അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ചെയ്തു. അങ്ങനെ അടുത്ത ഘട്ടമായ വിവാഹത്തിന്റെ കാര്യം മകൾ പറയുമെന്ന് നനച്ചിരിക്കുകയാണ്. എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം കുഞ്ഞാറ്റ മനോജ് കെ ജയന്റെ ഭാര്യയായ ആശയോട് പങ്കുവയ്ക്കുന്നത്. അച്ഛനോട് നേരിട്ട് പറയാനായിരുന്നു ആശ പറഞ്ഞത്. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനോട് നേരിട്ട് പറയുന്നത്. പൂർണ്ണ സമ്മതമായിരുന്നു മനോജിന്. ആരോടെങ്കിലും ചാൻസ് വിളിച്ചു ചോദിക്കുക എന്നത് സാധ്യമല്ലാത്തതിനാൽ ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്നായിരുന്നു മനോജിന്റെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇക്കാര്യം അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല. ഉർവശിയോട് പോയി പറഞ്ഞ് അവരുടെ അനുഗ്രഹം വേണം ആദ്യം വാങ്ങാൻ. കാരണം മോളുടെ അമ്മ തെന്നിന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിയാണ് എന്നായിരുന്നു മനോജ് കെ ജയൻ പറഞ്ഞത്. പിന്നാലെ പഴയ ഓർമ്മകളിലേക്ക് പോയ അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറയുകയും ഒരു നിമിഷം പറയാൻ വാക്കുകൾ കിട്ടാതെ തലകുനിക്കുകയുമായിരുന്നു അദ്ദേഹം. തുടർന്ന് മൈക്കെടുത്ത് അങ്ങനെ ഒരാളുടെ മകളാണ്, അപ്പോൾ ചെന്നൈയിൽ പോയി അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞു. അത് വിട്ടു. ഞാൻ എപ്പോഴും ഇമോഷണലാണ്, എപ്പോഴും അങ്ങനെയാണ്. മോളുടെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനെയാകും എന്ന് വിറയാർന്ന ശബ്ദത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ തോളിൽ തട്ടി ചേർത്ത് പിടിച്ചും കോർത്തു പിടിച്ച കയ്യിൽ ഉമ്മ വച്ചും അച്ഛൻ്റെ സ്നേഹത്തിന് മറുപടി നൽകുകയായിരുന്നു കുഞ്ഞാറ്റ ചെയ്തത്. ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവളുടെ അമ്മ സമ്മതിച്ചത്. അങ്ങനെ ആ ഇന്റർവ്യൂ ചെയ്തു. പിന്നാലെ കുറച്ചുപേർ വിളിക്കുകയും ചെയ്തു. മകളുടെ പുതിയ ചിത്രത്തിന്റെ കഥ പറയാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ വിളിച്ചപ്പോൾ ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കണം എന്നായിരുന്നു മനോജിന്റെ മറുപടി. സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സിനിമയാണിത്. അപ്പോൾ അവരുടെ അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സിനിമ സെലക്ട് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ എന്നായിരുന്നു മനോജ് പറഞ്ഞത്. അങ്ങനെ ഉർവശി കഥ കേട്ടു. പിന്നീട് മനോജും. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല മനോജിന്റെ അച്ഛന്റെ ആഗ്രഹം കൂടിയാണ് ഇപ്പോൾ പൂവണിയാൻ പോകുന്നത്.